ഉണ്ണികൃഷ്ണൻ, താങ്കൾക്ക് മറുപടി പറയാം. ഇപ്പോൾ ഈ ആമയിഴഞ്ചാൻ തോട് മാത്രം എടുത്താൽ കഴിഞ്ഞ 13 വർഷത്തിനിടയിൽ 12 കോടിയാണ് നീക്കിയിരിപ്പായി വെച്ചിരുന്നത് ആമയിഴഞ്ചാൻ തോട് മാത്രം വൃത്തിയാക്കാൻ. എന്നിട്ട് എന്താണ് സംഭവിച്ചത്? ആ കോടികൾ എവിടെ പോയി? ഞാൻ അതിലേക്ക് വരാം. ഇവിടെ എൻ്റെ ചർച്ചയിൽ പങ്കെടുക്കുന്ന കോൺഗ്രസിൻ്റെയും BJPയുടെയും പ്രതിനിധികൾ കുറേ ആരോപണങ്ങൾ ഇവിടെ ഉന്നയിക്കുന്നുണ്ട്. ഒന്ന് ഈ ഹരിതകർമ്മസേനയെക്കുറിച്ചാണ്. ഹരിതകർമ്മസേനയെക്കുറിച്ച് എങ്ങനെയാണ് ഇങ്ങനെ പറയാൻ കഴിയുന്നതെന്ന് എനിക്കറിയില്ല. കാരണം ഒരാൾ ഉപേക്ഷിക്കുന്ന വേസ്റ്റ്, ആ വേസ്റ്റ് എടുത്ത് അതിൽ നിന്ന് തുച്ഛമായ കാശ് വാങ്ങി ആ കാശ് കൊണ്ട് കുടുംബം പോറ്റുന്ന ഒട്ടനവധിയായിട്ടുള്ള ഹരിതകർമ്മസേന അംഗങ്ങളുണ്ട്. അവർ അഭിമാനമായിട്ടാണ് ഈ തൊഴിലിനെ കാണുന്നത്. അന്നന്ന് അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന രൂപത്തിലേക്ക് അവർ സ്വയം പണിയെടുത്ത് കഴിയുന്ന ഒരു കൂട്ടം ആളുകളാണ് ഹരിതകർമ്മസേന അംഗങ്ങൾ. ഇവിടെ പറയുകയുണ്ടായി ഡെത്ത് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നില്ല എന്ന്. എന്ത് കളവാണ് ഈ പറയുന്ന കോൺഗ്രസിൻ്റെ പ്രതിനിധി ഇവിടെ നിന്ന് ആരോപിക്കുന്നത്? ഞാനൊരു കൗൺസിലറാണ്. എൻ്റെ വാർഡിൽ ഇന്നലെയും മെലിഞ്ഞാന്നും മരണം നടന്നു, ഇന്നും ഒരു മരണം നടന്നു. അവിടെ ഒരിടത്തും മരണ സർട്ടിഫിക്കറ്റിന് അപേക്ഷിക്കുമ്പോൾ ആളുടെ അടുത്ത് ഈ പറയുന്ന ഹരിതകർമ്മസേനയിൽ അംഗമാണോ നിങ്ങൾ എന്ന റെസീപ്റ്റ് ചോദിക്കുന്നതായി എനിക്കറിയില്ല. അങ്ങനെ കോൺഗ്രസിൻ്റെ പ്രതിനിധിക്ക് എന്തെങ്കിലും ഒരു തെളിവ് ഹാജരാക്കാൻ കഴിഞ്ഞാൽ അത് കൃത്യമായി പരിശോധിക്കാൻ നമ്മൾ തയ്യാറാണ്. അങ്ങനെ പറയണം. നിങ്ങളൊരു ആരോപണം ഉന്നയിക്കുമ്പോൾ ആ ആരോപണം നിങ്ങളൊരു ആരോപണം ഉന്നയിക്കുമ്പോൾ ഞാൻ പറയട്ടെ, നിങ്ങൾ പറയുമ്പോൾ ഞാൻ ഇടപെട്ടില്ല. നിങ്ങൾ വസ്തുതാവിരുദ്ധമായി വസ്തുത പൂർത്തിയാക്കൂ. ഇവിടെ പറഞ്ഞു എന്താണ് അതാരാണ്? നിങ്ങൾ വന്നിരിക്കുന്ന ഒരു ചാനലിൻ്റെ ഫ്ലോറിലാണ്. ആ ഫ്ലോറിൽ വന്നിരുന്നിട്ട് ഇത്തരത്തിൽ കളവ് പറയരുത്. ആ കളവെന്ന് പറയുന്നത്, നിങ്ങൾ പറയുന്ന കളവ് ജനങ്ങളിൽ വലിയ ആശങ്ക ഉണ്ടാക്കും. കാരണം ഡെത്ത് സർട്ടിഫിക്കറ്റ് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് അതൊക്കെ ജനങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള കള്ളത്തരങ്ങൾ ഈ വിഷയങ്ങളിൽ വന്നിരുന്ന് നഗരസഭ കളവ് നിങ്ങൾ പറഞ്ഞത് പച്ച കള്ളമാണ്. ഞാനത് നിങ്ങൾ പറയും നിങ്ങൾ അത്രയും ജെനുവിനായി ഈ വിഷയം അല്ല പറയേ അങ്ങനെ തെളിവ് എന്താന്ന് അനൂപ് പറയട്ടെ. അനൂപ് പറയൂ, എന്താണ് തെളിവ്? ഞാനൊരു അഭിഭാഷകൻ കൂടിയാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കോടതിയെ സമീപിക്കണമെന്ന് പറഞ്ഞ് പരാതിക്കാർ എന്നെ സമീപിച്ചിട്ടുണ്ടെന്നേ. ഞാൻ കോടതിയിൽ അതുമായി ബന്ധപ്പെട്ട് കേസ് കൊടുക്കാൻ പോവുക. ഇത് ഫീസ് കൊടുക്കാത്തതിന്റെ പേരിൽ പഞ്ചായത്ത് തടഞ്ഞു വെച്ചു എന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് പരാതിക്കാരായി വന്ന് കക്ഷികൾ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ പറയുന്നത്. ഞങ്ങളത് കോടതിയെ സമീപിക്കാനിരിക്കുന്ന വിഷയമാണ്. അല്ലാതെ ഒരു ചാനൽ ചർച്ചയിൽ നിങ്ങളുമായി ഒരു ബലാബലത്തിൽ എന്തെങ്കിലും ആനുകൂല്യം കിട്ടുന്നതിന് വേണ്ടി പറയുന്നതല്ല. കേരളത്തിൽ പല സ്ഥലങ്ങളിലും കൊടുക്കുന്നുണ്ട്. CPM മെമ്പർമാരെ സംബന്ധിച്ച്, CPI അനുഭാവികളെ സംബന്ധിച്ച് നിങ്ങൾ ചിലപ്പോൾ എക്സെപ്ഷൻസ് കൊടുക്കുന്നുണ്ടായിരിക്കും. പല ആളുകൾക്കും തങ്ങൾക്ക് ഗ്രാസ് റൂട്ട് റിയാലിറ്റിയാണ്. താങ്കൾക്ക് അന്വേഷിച്ചാൽ അറിയാം. ഈ യൂസർ ഫീ കൊടുക്കാൻ പറ്റാത്ത ആളുകൾ എന്ന് പറയുന്നത് ഇവരെക്കാൾ താഴെ വരുമാനത്തിലുള്ള ആളുകളാ. എൻ്റെ വീട്ടിൽ വരുമ്പോൾ ഞാൻ യൂസർ ഫീ കൊടുക്കുന്നുണ്ട്. പക്ഷെ കൊടുക്കാൻ സാധിക്കാത്ത സാധാരണക്കാരായ അതുപോലും കൊടുക്കാൻ കഴിയാത്ത ആളുകളെ ഇങ്ങനെ പല പഞ്ചായത്തുകളിലും ഇങ്ങനെ ചെയ്യുന്ന അനുഭവങ്ങളുണ്ട്. അതിൽ പരാതിക്കാരുണ്ട്. അതിന് കോടതിയെ സമീപിക്കാൻ ഇരിക്കുകയാണ്. വളരെ വസ്തുതാപരമായിട്ടാണ് പറയുന്നത്. അല്ലാതെ നിങ്ങൾ വായിൽ തോന്നിയതുപോലെ കള്ളമാണെന്ന് പറഞ്ഞാൽ കള്ളമാവില്ല. വീണ്ടും ഒരു മറുപടി ഞാൻ പറയട്ടെ. നിങ്ങളുടെ സമയം കഴിഞ്ഞു. ഞാൻ പറയട്ടെ, ഈ ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞനം കുത്തി കാണിക്കുന്ന പരിപാടി നിങ്ങൾ കാണിക്കരുത്. നമ്മുടെ നാട്ടിൻപുറത്തൊരു പഴഞ്ചൊല്ലുണ്ട്, അയറെത്ര അരി എത്ര എന്ന് ചോദിക്കുമ്പോൾ പയറഞ്ഞാഴി എന്ന് പറയുന്ന പരിപാടി നിങ്ങളിവിടെ വെച്ച് കാണിക്കുന്നത് ജോലിയാണ്. ആ ജോലി നിങ്ങൾ ഞാൻ ചോദിച്ചതിന് മറുപടി പറയാൻ നിങ്ങൾ കഴിഞ്ഞോ? എന്നിട്ട് അതിലൊരു ന്യായീകരണം. ഞാൻ എന്തുകൊണ്ട് നിങ്ങൾ ഇത്രയും നാൾ കോടതിയിൽ പോയില്ല? നിങ്ങളെ ഫ്രണ്ടിലൊരു ക്ലയന്റ് വന്നാൽ ആ ക്ലയന്റ് വന്ന് നിങ്ങൾ കോടതിയിൽ പോകാതെ ഞാൻ കോടതിയിൽ പോയി ഇരിക്കുകയാണ്. കളവ് പറയരുത്. അനൂപ് പോലെ ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പ്രവർത്തനം ഞാൻ മനസ്സിലാക്കുന്നത്. കളവ് മാത്രം പറയരുത്. പരാതി നേരത്തെ എന്തുകൊണ്ട് ഇത്രയും നാളായി പോയില്ല? സ്മൃതി നേരത്തെ പരാതി ഞാൻ കോടതിയിൽ പോയിരിക്കുകയാണ്. എന്താണ് നിങ്ങൾ അല്ല വേണ്ട, നിങ്ങൾ കോടതിയിൽ പോകണ്ട, ഒരിടത്തും പോകണ്ട. നിങ്ങൾ കോടതിയിൽ ഞാൻ പറയട്ടെ, അനൂപ്
അല്ല, ഞാൻ അനൂപേ, ആളുടെ പേര് നിങ്ങൾ പറയാം. പറഞ്ഞപ്പോ ഉണ്ണികൃഷ്ണൻ, അങ്ങനെ എവിടെയെങ്കിലും നിങ്ങൾ പറഞ്ഞ് നമ്മൾ ഉണ്ടായിട്ടുണ്ടോ കേട്ടില്ലേ? എന്ന് നിങ്ങൾ പറഞ്ഞ കേട്ടു. പരിശോധിക്കും എന്ന ഞാൻ മറുപടിയാണ് ഈ താങ്കൾ പറയുന്ന- പ്രതീക്ഷിച്ചത്. ഉണ്ണികൃഷ്ണൻ, അങ്ങനെ എവിടെയെങ്കിലും ഒക്കെ ഉണ്ടായിട്ടുണ്ടോ എന്ന അല്ല, പരിശോധിക്കും. ഞാൻ പറഞ്ഞു സ്മൃതി, ഞാൻ പറഞ്ഞു സ്മൃതി, അത് ഞാൻ പറഞ്ഞു പരിശോധിക്കും. ഞാൻ പരിശോധിക്കുമെന്ന് പറഞ്ഞിട്ട് തന്നെയാണ് ഇത് പറഞ്ഞത്. അത് നിങ്ങൾ ഈ നമ്മുടെ മേയറുണ്ട്, മേയറിനൊരു കത്തെഴുതി കൊടുക്ക്, ഇങ്ങനെ ഒരു വന്നിട്ടുണ്ട്, എന്താണ് ഇതിൽ വസ്തുത എന്ന് ചോദിച്ചാൽ പരിശോധിക്കും. അതിൽ വേറെ സംശയമൊന്നും വേണ്ട, പരിശോധിക്കും. പക്ഷേ അത് ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞനം കുത്തി കാണിക്കുന്ന പരിപാടി ഒരു ചാനൽ ഫ്ലോറിൽ വന്ന് നിന്നിട്ട് ഈ കോൺഗ്രസിന്റെ പ്രതിനിധി കാണിക്കുന്നത്. ഒന്ന് രണ്ട് അനൂപിനോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. അനൂപിനോട് ചോദിച്ചൊരു ചോദ്യം അനൂപ് ഇപ്പോഴും മറുപടി പറയാത്തൊരു കാര്യമാണ്. ഞാൻ പറയട്ടെ അനൂപിനോട് ചോദിച്ചൊരു ചോദ്യം, MP എവിടെ? ആ ചോദ്യത്തിന് മറുപടി പറഞ്ഞില്ല. അത് പറയണ്ട, നിങ്ങൾ പറയണ്ട, MP വന്നാൽ എന്ത് സംഭവിക്കും എന്നാണ് പറയുന്നത്. ഇന്നലെ പ്ലാസ്റ്റിക് മാലിന്യം മുഴുവൻ റെയിൽവേയുടെ മാലിന്യമാണ് എന്ന് പറഞ്ഞ മേയർ ഇന്നിപ്പോൾ ജീവനോടെ കിട്ടുമായിരുന്നു എന്ന പ്രതീക്ഷയായിരുന്നു, ജോയെ ജീവനോടെ കിട്ടുമായിരുന്നു എന്ന പ്രതീക്ഷയായിരുന്നു എന്ന് പറഞ്ഞ ഇന്ന് ഒരു വിതുമ്പൽ. ഇതെങ്ങനെയാണ് ജനത്തിന് ദഹിക്കുക? അങ്ങനെ അല്ല സ്മൃതി, ഞാനൊരു കാര്യം പറയട്ടെ. നമ്മൾ ചോദിച്ചു എന്നുള്ളതേ ഉള്ളൂ, നമ്മൾ ചുമ്മാ ചോദിച്ചു എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ അദ്ദേഹം വന്നിട്ട് ഒന്നും ചെയ്യാനൊന്നുമില്ല. ഇത് സെൻട്രൽ ഗവൺമെൻറ്, റെയിൽവേയുടെയും സ്റ്റേറ്റ് ഗവൺമെൻറ്റും കോർപ്പറേഷനും എല്ലാം ആയിട്ടുള്ള വിഷയമാണ് ഈ തർക്കം. അപ്പോൾ അദ്ദേഹം വന്നിരുന്നുവെങ്കിൽ ചിലപ്പോൾ ഇടപെടാൻ കഴിയും. അദ്ദേഹം ഇടപെട്ടിട്ടില്ല, അത് ശരി തന്നെയാണ്. അതിന് ഞാൻ വേറൊന്നും പറയുന്നില്ല. പക്ഷേ ഇവിടെ വേറെ ഹൈക്കോടതി നിയമവുമായി ബന്ധപ്പെട്ട് പറഞ്ഞു. ഹൈക്കോടതി തന്നെ ഒരു ഉത്തരവിറക്കിയിട്ടുണ്ട്. എവിടെയാണോ അതാത് ഇതിൻ്റെ PWDയുടെ ഓട PWD വൃത്തിയാക്കണം, കോർപ്പറേഷൻ്റെ ഓട കോർപ്പറേഷൻ വൃത്തിയാക്കണം, ഇറിഗേഷൻ്റെ തോടുകൾ ഇറിഗേഷൻ വൃത്തിയാക്കണം, റെയിൽവേ വൃത്തിയാക്കണം എന്ന് ഹൈക്കോടതി തന്നെ ഉത്തരവിറക്കിയിട്ടുണ്ട്. ആ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ PWDയുടെ ഓട PWD വൃത്തിയാക്കാറുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പറഞ്ഞത് റെയിൽവേ ആണ് അവിടെ വൃത്തിയാക്കേണ്ടത്. അത് നമ്മൾ പറഞ്ഞു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത് തന്നെയാണ് നമ്മൾ പറഞ്ഞത്. അല്ലാതെ ഇവർ കുറെ ഫണ്ടിന്റെ ഉത്തരവാദപ്പെട്ടവർ വൃത്തിയാക്കി ദുരന്ത നിവാരണ അതോറിറ്റിക്ക് നേരിട്ട് ഇടപെടാം. അതാണ് അതിനെന്താണ്, അതിൻ്റെ പ്രൊസീജിയറുണ്ട്. ആ പ്രൊസീജിയറാണ് കത്ത് കൊടുക്കുക എന്നുള്ളത്. തിരുവനന്തപുരം നഗരസഭ 3 കത്ത് കൊടുത്തു. 3 കത്ത് കൊടുത്തിട്ട് അവർ യാതൊരുവിധ നടപടിയും സ്വീകരിക്കാതായപ്പോഴാണ് നമ്മൾ 4ാമത് നിയമ നടപടി സ്വീകരിക്കുമെന്ന് കത്ത് കൊടുത്തത്. ആ കത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ കരാർ തൊഴിലാളിയെ അത് വൃത്തിയാക്കാൻ വേണ്ടി ഏൽപ്പിച്ചത്. അത് നിങ്ങൾ മനസ്സിലാക്കണം. ആ രൂപത്തിൽ തിരുവനന്തപുരം നഗരസഭ നിയമപരമായി ഇടപെട്ടത് കൊണ്ടാണ് അവർ അവസാനം ഈ രൂപത്തിലേക്ക് വന്നത്. പിന്നെ ഇവിടെ BJPയുടെ പ്രതിനിധി കുറേ കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. ഓപ്പറേഷൻ അനന്തയെക്കുറിച്ച്. ഓപ്പറേഷൻ അനന്ത നല്ല പദ്ധതി തന്നെയാണ്. ഓപ്പറേഷൻ അനന്ത എന്തുകൊണ്ടാണ് നിന്നുപോയത്? അത് ഹൈക്കോടതിയുടെ വിധി സ്റ്റേ വാങ്ങിയത് കൊണ്ടാണ്. സ്റ്റേ വാങ്ങിയ ആൾ ആരാണെന്നുള്ളത് BJP പ്രതിനിധിയോട് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. പല ഘട്ടത്തിൽ BJPക്ക് വേണ്ടി വോട്ട് പിടിക്കാൻ പല ഘട്ടത്തിൽ ഇറങ്ങിയ ആളാണ് ഈ പറയുന്ന സ്റ്റേ വാങ്ങിയ ആൾ എന്നുള്ളത്. നിങ്ങൾ മറന്നു പോകാതിരിക്കുന്നത് നന്നായിരിക്കും. അതിന് പൂർണ്ണമായ സഹായം അന്ന് തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിച്ചത് LDF തന്നെയാണ്. മറുപടി പറയൂ. ഓപ്പറേഷൻ അനന്ത നിന്നുപോയത് സ്റ്റേ വാങ്ങിയ ശേഷമാണോ അതോ സർക്കാർ മാറിയ ശേഷമോ? ഒരിക്കലുമില്ല. അവരുടെ പരാജയമാണ്. ഹൈക്കോടതി ഒരാൾ സ്റ്റേ വാങ്ങിച്ചെന്ന് വെച്ചാൽ ഒരു പദ്ധതി പൂർണ്ണമായിട്ട് കള്ളം പറയരുത്. ഓപ്പറേഷൻ അനന്ത ആദ്യഘട്ടത്തിൽ നടക്കുമ്പോൾ തന്നെ വലിയ പ്രതിഷേധമുയർന്നിരുന്നു. കാരണം നല്ല രീതിയിൽ അവിടെ ഒഴിപ്പിക്കൽ നടന്നിട്ടുണ്ട്. ആ ഒഴിപ്പിക്കലിൽ സർക്കാർ ഇടപെടൽ നടത്തുകയില്ല എന്ന ഉറപ്പിന്മേലാണ് അതിന്മേലെ ആ നടപടികളിലേക്ക് ജില്ലാ കളക്ടറും ചീഫ് സെക്രട്ടറിയും കടന്നത്. ഇന്നലെ നമ്മുടെ ചർച്ചയിൽ പഴയ ചീഫ് സെക്രട്ടറി പങ്കെടുക്കുകയും ചെയ്തിരുന്നു. Debate with Smriti Parthikad.